6-ാമത്തെ അധ്യായം 12-13 വാക്യം. ആമേ. 1 തിമോത്തി ആമേ സ്തോത്രം 6-12-13 വാക്യം വേഗത്തിൽ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. മതി. പൗലോസ് ഒരു കൽപ്പനയായിട്ടും ആജ്ഞയായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. നിത്യജീവനെ എന്ത് ചെയ്യണം? പിടിക്കണം. നല്ല പോരെന്ത് ചെയ്യണം? പോരുതണം. ഒരു കൽപ്പന അവന് കൊടുക്കുക. നീ കൽപ്പന എന്ത് ചെയ്യണം? നീ ഈ കൽപ്പന എന്ത് ചെയ്യണം? ഈ കൽപ്പന നീ കാക്കണം, ഈ കൽപ്പന നീ പ്രമാണിക്കണം. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നല്ല പോർ പൊരുതണം. നമുക്ക് പോരാട്ടമുണ്ടോ? ഉണ്ട്. ആർക്കെല്ലാം ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വെട്ടുകൊണ്ട് വീഴും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആമെ കെണിയിൽപ്പെടുത്തും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതിയിലും കുടുക്കിലും പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. തന്ത്രം തിരിച്ചറിയണം. യേശു ആമേ പുതിയ നിയമത്തില് അപ്പോസ്തലന്മാര് ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവന്റെ തന്ത്രങ്ങളെ അറിയണം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധസമേതനായി നിൽക്കുന്ന പടയാളികൾ, രാജാവ്, അടുത്ത ശത്രു സൈന്യത്തിന്റെ തന്ത്രങ്ങളെയാണ് അവരാദ്യം വീക്ഷിച്ച് മനസ്സിലാക്കുന്നത്. തന്ത്രം അറിഞ്ഞെന്നാൽ യുദ്ധം വേഗം ജയിക്കാം. ആമേ സ്തോത്രം. തന്ത്രം മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ആമേ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ആമേ സ്തോത്രം. രാജാവ് വീണാൽ സകലതും വീഴും. പണ്ടത്തെ കാലഘട്ടത്തില് ആമേ സ്തോത്രം രാജാവ് പിടിക്കപ്പെടുകയോ രാജാവ് ആമേ സ്തോത്രം പരാജയപ്പെടുകയോ രാജാവ് കൊല്ലപ്പെടുകയോ ചെയ്താൽ യുദ്ധം വിജയിച്ചു. അവിടെ ലക്ഷക്കണക്കിന് പ്രജകളുണ്ടാകും, ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ടാകും. അവർ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ രാജാവ് പിടിക്കപ്പെട്ടാൽ തീർന്നു. ആമേ സ്തോത്രം. രാജാവ് പരാജയപ്പെട്ടാൽ തീർന്നു. ആമേ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ, ആമേ സ്തോത്രം, അവന്റെ മേൽ ആമേ പിശാചിൽ ലക്ഷ്യം വെക്കും. ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥൻ, ഒരു ആത്മീക കുടുംബത്തിന്റെ ഗൃഹനാഥൻ, ഒരു സഭയുടെ പാസ്റ്റർ, ആമേ സ്തോത്രം, ഒരു സംഘടനയുടെ മുൻസ്ഥാനത്ത് നിൽക്കുന്ന ആമേ സ്തോത്രം ഒരു കോർഡിനേറ്റർ, ആമേ സ്തോത്രം, ഇവർക്കൊക്കെയും വേണ്ടി ആമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേ കാരണം ആമേ ശത്രുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഇവരെ പലതിലും കുടുക്കുക, ഒതുക്കുക. ആമേ സ്തോത്രം. ഏത് മേഖലകളിലാണെങ്കിലും അതിന്റെ തലക്ക് പരിക്ക് പറ്റിയാൽ ഈ ശരീരത്തിൽ മുഴുവനും ആ അവയവങ്ങൾക്കത് ബാധിക്കും. ഇന്നും ഏറ്റവും കൂടുതൽ വില ഇതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾക്ക് ആമേ ലോകം കൊടുക്കുന്നത്, ശാസ്ത്രം കൊടുക്കുന്നത്, മെഡിക്കൽ സയൻസ് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്കുള്ള അവയവങ്ങൾക്കെല്ലാം വില കൂടിയതാ. ആമേ താഴ്ത്ത് പറ്റുന്നതെല്ലാം പേച്ചുവർക്ക്. തലക്കെന്തെങ്കിലും പറ്റിയാൽ ആമേ സ്വന്തം അത് ഗൗരവമായിട്ട് ഡോക്ടേഴ്സ് കാണുന്നു. തല തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഒമക്റ്റ് ചെയ്തോ, ആമേ ഛർദിലുണ്ടായോ, തലകറക്കമുണ്ടായോ, സ്കാൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ആമേ സ്വന്തം ഇതിനാണ് എല്ലാം ഇരിക്കുന്നത്. ആമേ ഈ ശരീരത്തിലേക്കുള്ള സകല അവയവങ്ങളിലേക്കുള്ള കോർഡിനേഷൻ ചെയ്യുവാനുള്ള ആമേ സ്വന്തം ആമേ ഗ്ലാൻഡ് ഒക്കെയും ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. ആമേ സ്വന്തം. അതുകൊണ്ട് പ്രിയമക്കളെ, ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ ഇത് സൂക്ഷിക്കണം. നല്ല പോരെന്ത് ചെയ്യണം? പൊരുതണം. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അറിയാമോ? പിശാച് ഇന്ന് ആത്മീക ജീവിതം നയിക്കുന്ന ആത്മീക വൃത്യന്മാരെ തകർത്തു കളയുന്ന ഏറ്റവും വലിയ പൈശാചിക മണ്ഡലമാണ് സാമ്പത്തികം, ദ്രവ്യാഗ്രഹം. ആമേ സ്തോത്രം. ആമേ ഇതിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് അഭിഷിക്തന്മാരുണ്ട്. ആമേ സ്തോത്രം. ആയിരക്കണക്കിന് അഭിഷിക്തന്മാർ. ആമേ തിമോത്തിയോസിനോട് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഇവിടെ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ സ്തോത്രം, എന്റെ മകനെ, ആമേ സ്തോത്രം, നല്ല പോര് നീ പൊരുതണം. ആമേ സ്തോത്രം, നിത്യജീവനെ നീ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേ. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഒരു പ്രത്യേക വിഷയം പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം, ഓടണം. പ്രിയ മക്കളെ, അത് വിട്ടോടണം. നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കുള്ള സമാഗമനം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാപം പെരുകി വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളണം, യേശുവിന്റെ വരവെടുത്തു. നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. നോഹയുടെ കാലഘട്ടത്തിൽ പാപത്തിന് ഒഴികഴിവുണ്ടായിരുന്നില്ല. എല്ലാവരും ദോഷവഴികളിൽ തിരിഞ്ഞ് അവരവർക്ക് ഇഷ്ടമുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിച്ചു. അപ്പൻ മകനെ സ്വതം മകൻ അപ്പനെയോ സ്വതം അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തൊരു തലത്തിലേക്ക് അന്നത്തെ കാലഘട്ടം പോയി. കൊലപാതകങ്ങളുടെ പരമ്പരകൾ, പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലം പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിന് അപ്പുറമായിട്ടൊരു കാലം നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ അക്ഷരാർത്ഥത്തിലുള്ള എല്ലാ തിന്മകളും ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ ഈ 2025 ഞാനും നിങ്ങളും ജീവനോടെ നിലനിൽക്കുന്ന ഈ സെപ്റ്റംബർ മാസത്തിന്റെ അതിന്റെ കെടുതികളൊക്കെയും നമ്മുടെ കണ്ണിന് മുമ്പിൽ കടന്നു പോകുമ്പോൾ യേശു കർത്താവിന്റെ മടങ്ങി വരവടുത്തിരിക്കുന്നു എന്ന വിശുദ്ധ വേദ പുസ്തകം നമുക്ക് തെളിവ് തരികയാ. മനുഷ്യർ സ്വസ്നേഹത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. കൂടെ ജീവിക്കുന്ന വ്യക്തിത്വം വേദന അനുഭവിച്ചൊരു ഭാഗത്ത് കിടക്കുമ്പോഴും കയ്യിലിരിക്കുന്ന ആധുനിക സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്ത കട്ടിലിലോ ആ കസേരയിലോ ഇരുന്നു കൊണ്ട് ഗെയിം കളിക്കുന്ന പലരെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കൂട്ടിനായി തന്നിരിക്കുന്ന ജീവിത സഹി, കൂട്ടിനായി തന്നിരിക്കുന്ന ഭർത്താവ് വേദനകളോടെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു കട്ടിലിൽ കിടക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ദോഷ വഴികൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? സ്വസ്നേഹം. അനുഭവിക്കുന്നവൻ അനുഭവിക്കട്ടെ, അനുഭവിക്കുന്നവൾ അനുഭവിക്കട്ടെ. സ്വതം ഞാൻ എന്ത് ചെയ്യും? ഞാൻ സന്തോഷിക്കും. ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുക. പണ്ടത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നില്ല പ്രിയ മക്കളെ. ഒരു വീട്ടിനകത്ത് ഒരു വ്യക്തിത്വത്തിന് ഒരു വേദന ഉണ്ടെങ്കിൽ ആ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരുപോലെ ആ വേദന അനുഭവിക്കും. ഇന്നങ്ങനെയാണോ? ഇല്ലെന്നേ. ഒരു ചുവരിന് അപ്പുറത്ത് കണ്ണുനീരും ഒരു ചുവരിന് ഇപ്പുറത്ത് സന്തോഷവുമാണെന്നേ. എന്ന് പറയുന്നത് സ്തോത്രം, ഇത്തിരി വില കൊടുക്കണം. ഇത്തിരിയല്ല, നല്ല വില കൊടുക്കണം. സ്വർഗത്തിന്റെ വാതിൽ ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമാ. ഈ ഭൂമിയിൽ നിന്ന് ഭക്തിയോടെ നീ കടന്നു പോകുന്നതിന് മുമ്പേ ഒരുപാട് തിക്താനുഭവങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അനുഭവിക്കേണ്ടതായി വരും. ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പെടും. സ്വതം യേശു ആ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാ, മരിച്ചവനെ ഉയർപ്പിച്ചവനാ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയവനാ. അവസാനത്തിൽ ഒറ്റപ്പെട്ടു. ലോകം ഒറ്റക്കെട്ടായി. യേശു ഒറ്റക്കായിരുന്നു. പക്ഷേ 3 നാൾ കഴിഞ്ഞപ്പോൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം തന്റെ പുത്രനാകുന്ന യേശുവിനെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തിലെ മാറ്റങ്ങൾ കണ്ട് ഭക്തിയോടെ നിൽക്കുന്ന ദൈവ പൈതലേ, നീ കണ്ട നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശുവുണ്ട്. എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും സ്നേഹവും എല്ലാം കിട്ടിയിട്ട് ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അത് ഭക്തിയല്ല. അത് ഭക്തിയല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പച്ചമരമാകുന്ന എനിക്കിതുണ്ടെങ്കിൽ ഉണക്കമരങ്ങളാകുന്ന നിങ്ങൾക്ക് എത്രയധികം പ്രിയമകളെ. ഇതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപയാണ് ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടത്.
ആമേ മുഖപരിചയമുള്ളവർ നിന്നെ നിന്ദിച്ചെന്നാൽ, പരിഹസിച്ചെന്നാൽ, ഒറ്റപ്പെടുത്തിയെന്നാൽ, കുറ്റപ്പെടുത്തിയെന്നാൽ, ആമേ തേജോവധം ചെയ്തെന്നാൽ, ആമേ ചിരിച്ചുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു ദൈവകൃപ ഈ കാലഘട്ടത്തിൽ പ്രാപിക്കാൻ പറ്റുമോ? അതിന്റെ പേരാണ് പ്രിയമക്കളെ ഭക്തി എന്ന് പറയുന്നത്. ലോകത്തിൽ നന്മ കിട്ടുന്നതല്ല, കാറ് കിട്ടുന്നതല്ല, സമ്പത്ത് കിട്ടുന്നതല്ല. ഇതിനെ അതിജീവിക്കാൻ നിനക്ക് കഴിയുന്ന ഒന്ന് കിട്ടുന്നുണ്ടോ? അതിന്റെ പേരാ ദൈവകൃപ. ഈ കാലഘട്ടത്തിൽ അത് പ്രാപിക്കണം. അത് പ്രാപിക്കാത്തവരെല്ലാം കൈവിടപ്പെട്ടു പോകും കേട്ടോ. ആമേ സ്തോത്രം. എന്നോട് ഒരിക്കല് ഞങ്ങള് സുവിശേഷവുമായിട്ട് വീടുകൾ കയറും. നിങ്ങൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെന്ന്. ആമേ സ്തോത്രം. തൊലിക്കട്ടിയല്ല പ്രിയമക്കളെ, ഈ ജഡത്തെ കീഴ്പ്പെടുത്തി. എന്തുകൊണ്ട്? ആമേ സ്തോത്രം, ഉപവാസത്താലും പ്രാർത്ഥനയാലും. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആമേ കൈവെക്കുന്ന പ്രകൃതത്തിൽ നിന്ന് പരിശുദ്ധ ദൈവം എന്ത് കേട്ടെന്നാലും ഒരു ഷണ്ടനെ പോലെ താഴ്ന്നിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് തൊലിക്കട്ടിയല്ലെന്ന്. ആമേ അതിന്റെ പേരാണ് ദൈവകൃപ. ആമേ ലോകത്തെ ജയിച്ചവൻ, ആമേ പാപത്തെ ജയിച്ചവൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ അതിനെ ജയിക്കാൻ നിനക്കും കഴിയും. ആമേ. അതിന്റെ പേര് തൊലിക്കെട്ടിയെന്നല്ല, ദൈവകൃപ. ആമേ സ്തോത്രം. അടിക്കുന്നവനെ തിരിച്ചടിക്കുന്നവനല്ല ജയാളി. എടാ അടി കൊണ്ടിട്ട് പിന്നെ അടിക്കണോ എന്ന് ചോദിക്കുന്നവനാണ് ജയാളി. നിനക്ക് അടിക്കണമെങ്കിൽ അടിക്കാം. ആമേൻ. കേട്ടോ പ്രിയ മക്കളെ. ആമേ സ്തോത്രം. ചില ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ എരിവ് കയറ്റും നമ്മളെ. അയാൾ വന്ന് അങ്ങനെ എരിവ് കയറി ആമേ നിന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയരുത്. പിശാചിന്റെ തന്ത്രമാണ്. ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, ആമേ എൻ്റെ മകനെ, ആമേ വിശ്വാസത്തിന്റെ നല്ല പോരെന്ത് ചെയ്യണം? പൊരുതണം. അടുത്തത് പറയുന്നത് നിത്യജീവനെ ഇത് പിടിക്കണം പ്രിയ മക്കളെ. വേറെ എന്ത് പിടിച്ചിട്ടും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യജീവനെ പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തിനു വേണ്ടിയാ? ലോകം നമുക്ക് അനുകൂലമാണോ? വ്യക്തികൾ നമുക്ക് അനുകൂലമാണോ? ഒരിക്കലും അനുകൂലമല്ല. ആമേ സ്തോത്രം. യേശുവിന്റെ സ്വന്തം കുടുംബത്തിനകത്തളത്തിൽ നിന്ന് യേശുവിന് എന്ത് ചെയ്തു? പ്രശ്നം നേരിട്ടു. ഒരു വട്ടമാണോ? 2 വട്ടമാണോ? 3 വട്ടമാണോ? യേശുവിന്റെ സഹോദരന്മാർ 2 കൈ നീട്ടിയിട്ട് ഞങ്ങളുടെ സഹോദരനല്ലേ, അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ലേ, ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചോ? ഇല്ല. ഇതുപോലൊരു അനുഭവം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീ ഒരു കാര്യം ചിന്തിച്ചോ. ആ ആത്മാവ് നിന്നിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. യേശുവിലുള്ള ആത്മാവ് നിന്നിൽ എന്ത് ചെയ്യുന്നു? നീതിക്ക് വേണ്ടി നിന്നിട്ടാകണം. ഇടംവലം തിരികരുത്. ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതുപോലെ 2 വഞ്ചിയിലും കാല് വെക്കരുത്. ആമേ സ്വതം നീതിയോടെ നീ നിന്നിട്ട് കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാണ്. ആമേ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്ക. നീതിയോടെ നിൽക്ക. ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് ഇതിന്റെ അകത്തളത്തിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരം നീ ആധികാരികതയോടെ നിൽക്ക. തെറ്റ് ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിച്ച് തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്നതല്ല. എടാ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആംബിയർ നിന്റെ അകത്തളത്തിൽ ഉണ്ടാകണം. അത് പാപമാണ്. ദൈവസന്നിധിയിൽ അതിന് വിഹിതമല്ല. ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പരിശുദ്ധ ദൈവം കൂട്ട് നിൽക്കത്തില്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല എന്ന് പറയാനുള്ള ഒരു ആംബിയർ നമുക്കുണ്ടാകണം. ഈ നാളുകളിൽ അത് പ്രാപിച്ചെടുക്കണം പ്രിയ മക്കളെ. നോഹയുടെ കാലത്തേക്ക് 8 പേര് മാത്രമാണ് രക്ഷ പ്രാപിച്ചത്. 8 പേര് പെട്ടകത്തിലൂടെ എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ചൊക്കെ. എത്ര കോടി ജനമുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് കോടികൾ ഒരു വിഷയമല്ല കേട്ടോ. നീതിയുള്ളതാ നോക്കുന്നത്. ആമേ സ്തോത്രം. അനീതിയുള്ളതിന് തള്ളിക്കളയും, നീതിയുള്ളതിനെ കൈക്കൊള്ളും. ആമേ സ്വർഗം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർക്കുന്ന ഒരിടമല്ല പ്രിയ മക്കളെ. ആമേ വലയെറിഞ്ഞ് വലക്കകത്ത് കിട്ടിയ നല്ലതിനെ ശേഖരിച്ചു, ബാക്കിയുള്ളതിനെല്ലാം കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എല്ലാവരും ചേർക്കുന്ന ഇടമല്ല, നിത്യജീവനിലേക്ക് വിശുദ്ധന്മാരെ ചേർക്കുന്ന ഇടമാ പ്രിയ മക്കളെ. എല്ലാവരും ചേർക്കുന്ന ഇടമല്ലോ നിത്യജീവൻ, സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്നത് നല്ലതിനെ ശേഖരിക്കുന്നതാ. ഇവിടെ ആമേ സ്തോത്രം നമുക്ക് വായിക്കാം. അതിന്റെ 11-ാം വാക്യം. നീയാ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നീ ആരുടെ മനുഷ്യനാന്ന് പറയുന്നത്? നീ ദൈവത്തിന്റെ. തിമോത്തിയോസിനെ പൗലോസ് അവന്റെ ബുദ്ധിയെ പിന്നെ ഒന്ന് ഉണർത്തുകയാ. എന്റെ മോനെ, ഈ കാണിക്കുന്ന കാഴ്ചകളും ഈ കേൾക്കുന്ന കേൾവിയും കേട്ടുകൊണ്ട് നീ അവരിൽ ഒരുത്തനെ പോലെ ആകരുത്. നീ ദൈവത്തിന്റെ മനുഷ്യനാ. ഒന്ന് പറഞ്ഞ പ്രിയമക്കൾ, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാ.
ആ ദൈവത്തിന്റെ ക്വാളിറ്റികൾ നിന്നിൽ ഉണ്ടാകണം. അതാണ് പൗലോസ് തിമോത്തിയോസിന് പറയുന്നത്, എന്റെ കുഞ്ഞെ, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നമ്മൾ ആരാ? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാ? നമ്മളിൽ അപ്പൊ ഒരു ദോഷം വന്നെന്നാൽ ആർക്കാ ദോഷം? ദൈവത്തിനല്ലേ. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്താൽ ആർക്കാ ദോഷം? നീ ദൈവത്തിന്റെ മനുഷ്യനാണോ? നീ ഒരു ദൈവ പൈതലോ? വചനം വിളിച്ചു പറഞ്ഞ് മോഷ്ടിക്കരുതെന്ന് പറയുന്ന നീ കവർച്ച ചെയ്യുന്നവോ? ഒരു ഭാഗത്തു നല്ലത് പഠിപ്പിക്കുന്ന നീ മറ്റൊരു ഭാഗത്തു തിന്മ ചെയ്യുന്നവോ? വിഹിതമല്ല. ദാസൻ എടുത്ത വചനത്തിൽ നിന്ന് വീണ്ടും ദൈവാത്മാവ് അങ്ങനെ വരികയാ കേട്ടോ പ്രിയ മക്കളെ. ആമേ, സ്വതനെ കേൾക്കുന്ന ദൈവത്തിന് ആമേ മക്കളെ, തിമോത്തിയോസിന്റെ ബുദ്ധിയോട് പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ ഈ ലോകത്തിൽ ഏതെങ്കിലും യൗവനക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു യൗവനക്കാരനല്ല. നീ ദൈവത്തിന്റെ മനുഷ്യനാ. ആരാ? ദൈവത്തിന്റെ മനുഷ്യനാ. നിനക്കൊരു കളവ് ചെയ്യാൻ പാടില്ല. ആമേശ്വരം ഈ പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അവൻ ജീവപര്യന്തം നാസീർ വ്രതക്കാരനായിരിക്കണം. എന്തായിരിക്കണം? അവർക്ക് പ്രത്യേകമായ ചട്ടമുണ്ടെന്നേ. എടാ, അവര് ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാൻ പാടില്ല. അവര് പ്രവർത്തിക്കുന്ന പോലെ നിനക്ക് പ്രവർത്തിക്കാൻ പാടില്ല. നീ ദൈവത്തിന് നാസീറ. ആമേ. ദൈവദാസൻ എന്നൊക്കെ പറയുന്നത് ആമേ ചെറിയൊരു സംഭവമല്ല പ്രിയ മക്കളെ. ഈ നിങ്ങളും ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ആമേ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം അതിൻ്റെ വില എന്ന് പറയുന്ന ചെറുതൊന്നുമല്ല. സ്വന്തം ഇഷ്ടമില്ലാതെ, സ്വന്തം ഇഷ്ടം ഹനിച്ച്, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് യജമാനന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരുത്തന ദാസൻ. പഴയ നിയമത്തില് യജമാനനെ വിട്ടുപോകുകയില്ല എന്നൊരു ദാസൻ തീരുമാനമെടുക്കുമ്പോൾ ഈ കട്ടളപ്പടിയുടെ നടുവിൽ വെച്ചുകൊണ്ട് അവനെ കാത് കുത്തിത്തുളക്കണം. അവൻ എന്നേക്കും ദാസനായിട്ട് ആമേ ആ വീട്ടിൽ തുടരണം. ആമേ സ്തോത്രം. ആമേ തുളക്കണം. അവൻ ഞങ്ങളുടെ കാതുകളെ തുളച്ചിരിക്കുന്നു എന്ന് ചില സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവനുമായിട്ട് പിന്നെ പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അഭ്യക്തമായൊരു ബന്ധം. അപ്പോൾ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് ആമേ പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിറ്റെന്ത് ചെയ്യണം? ഓടണം. ഏത് വിട്ടോടണം? ഈ കാലഘട്ടത്തിൽ പ്രിയ മക്കളെ, ആമേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവഭൃത്യന്മാരെ ആമേ പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരേ ഒരു മേഖല ദ്രവ്യാഗ്രഹമാ. അവരറിയുന്നില്ല അത്. ദൈവം തരുന്നു. ഇപ്പൊ ഞാൻ ഒരാളോട് പോയിട്ട് എനിക്കൊരു 1,00,000 രൂപ വേണമെന്ന് പറയുമ്പോൾ അയാള് ആമേശ്വരം ഞാൻ പറയുക, ചർച്ചിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 1,00,000 രൂപ ഒന്ന് തരണം, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ 10,000 രൂപയുടെ ഒരു ആവശ്യം സഭയ്ക്ക് വേണ്ടി ഉണ്ടാകും. ഞാൻ ആവശ്യപ്പെടുന്നത് എത്രയാ? 1,00,000 രൂപയാണ്. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് സ്തോത്രം കൊടുത്തേ. ഓക്കെ. അടുത്ത് തിരിയാതെയോ തിരിഞ്ഞു നോക്കാതെയോ ഇരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുകയാണെന്ന് ചിന്തിച്ചേക്കരുത്. അവരൊന്ന് തട്ടി വിളിച്ചേക്കണം കേട്ടോ. ആമേ സ്തോത്രം. ആകയാൽ പ്രിയ മക്കളെ, ആമേ സ്തോത്രം. അപ്പം ഞാൻ 1,00,000 രൂപ ചോദിക്കുക. ഞാൻ ചോദിച്ചതും അദ്ദേഹം പറയുകയാണ്, പക്ഷേ 1,00,000 എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ഒരു 80,000 രൂപയുണ്ട്, അത് ഞാൻ തരാം. മതി. എത്രൻ്റെ ആവശ്യം എനിക്കുള്ളത്? 10ൻ്റെ ആവശ്യമുള്ളൂ. 70 ലാഭമല്ലേ? മതി, സന്തോഷത്തോടെ. അപ്പൊ ഇത് കയ്യിലേക്ക് കിട്ടുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കർത്താവേ, തന്നതിന് എത്ര സ്തുതിക്കും അല്ലേ? ദൈവത്തെ സ്തുതിക്കത്തില്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും പോയി മേടിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം? ആരും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ വല്ലതും പോയി മേടിച്ചോ? ആമേ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുക, എന്നെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആമേ സ്തോത്രം. അപ്പൊ ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇത് ദൈവം കൊടുത്തതാണോ? അവിടെയാ തിരിച്ചറിവ്. ചോദിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ദൈവം തന്നതാണെന്ന് നീ ചിന്തിക്കരുത്. ചോദിക്കുമ്പോൾ തരും.
നിന്നെ പരീക്ഷിക്കേണ്ടതിനും തരും. പ്രൈസലോ. നമ്മൾ കരുതും ചോദിക്കുമ്പോൾ വേണമെങ്കിൽ 1,00,000 ചോദിച്ച സ്ഥാനത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റർ 2 ഉണ്ടെന്നും പറഞ്ഞ് 2 തന്നടക്കും. എൻ്റെ ദൈവമേ. പ്രൈസലോ. ഇതുപോലെയില്ല സന്തോഷം. 2 വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരുന്നത് പാട്ടും പാടിയ എന്താ അതിശയമേ. ആമേ, ദൈവത്തിൻ സ്നേഹം. ആമേ, സ്വന്തം ചിന്തിക്കണം പ്രിയ മക്കളെ. ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അനുഭവിക്കാൻ പറ്റാതെ ജീവിതം നരകതുല്യമായി തീർന്നൊരു മനുഷ്യനുണ്ട്. അവൻ്റെ പേരാണ് ഗേഹസി. ചോദിച്ചപ്പോൾ കൊടുത്തു. യജമാനൻ ആവശ്യത്തിനുണ്ട്. പോകലെന്ന് പറഞ്ഞു. ഈ കൊണ്ട് ചാക്കിൽ നിറച്ചു കൊടുത്തെന്ന് പറയുന്നു. ആമേൻ. ചാക്കില് ഇത് കിട്ടുമ്പോ ഇവന്റെ ചിന്ത എന്താ? ദൈവം, യഹോവയായ ദൈവം എന്നോട് കരുണ കാണിക്കുന്നു, യഹോവയായ ദൈവം എന്നോട് മനസ്സലിവ് കാണിക്കുന്നു. ഞാൻ ചോദിച്ചത് 2 വസ്ത്രക്കൂട്ടമാണ്, കിട്ടിയത് 4. ആമേൻ. കുറച്ച് വെള്ളി കുറച്ച് പൊന്നാ ചോദിച്ചത്, ചാക്ക് കണക്കിനാ കൊടുത്തത്. പ്രൈസല. പക്ഷെ ആ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും മാറ്റാൻ പറ്റാത്ത ദുരിതമേറിയ ഒരു രോഗം കൂടി എന്ത് ചെയ്തു? ഈ പൊന്ന് തൂക്കി വിറ്റ് അതിന്റെ പണം കൊടുത്തെന്നാലും, ഈ വെള്ളി തൂക്കി വിറ്റ് അതിന്റെ പണം കൊടുത്തെന്നാലും, ഇവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന വസ്ത്രക്കൂട്ടം ആർക്കെങ്കിലും വിറ്റ് അതിന്റെ പണം കൊടുത്തെന്നാലും മാറിപ്പോകാത്തൊരു രോഗം ആമേൻ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കയറി. കേട്ടോ പ്രിയ മക്കളെ. ആമേൻ, സ്തോത്രം. ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ കിട്ടും, ന്യായമായിട്ടായിരിക്കണം. അന്യായമായി ചോദിച്ചെന്നാലും ചിലത് കിട്ടും. കിട്ടുമ്പോ വേറെ കൂടി കിട്ടും, ഒരു ബോണസും കിട്ടും. ആമേ. അപ്പൊ നമ്മുടെ ചിന്ത ചോദിക്കുമ്പോഴെല്ലാം കിട്ടുന്നത് നന്മയാണെന്നാണ്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മനസ്സിനെ ദൈവമല്ലേ എന്ത് ചെയ്തത്? എടാ, ന്യായമായിട്ടുള്ള ചോദ്യമാണോ? സ്വർഗം പ്രവർത്തിക്കും. ഈ കാലഘട്ടത്തിൽ പ്രിയമക്കളെ, എൻ്റെ അറിവിൽ വെച്ച് ആമേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അറിവിൽ വെച്ച് ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഒരുപാട് ആളുകളുടെ തകർച്ചകൾ ഈ കുറഞ്ഞ ആത്മീക കാലഘട്ടത്തിൽ ഞാൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാ. ആമേ സ്തോത്രം. അതിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, വിഹിതമില്ലാത്തത് കരം നീട്ടി വാങ്ങരുത്. വിഹിതമില്ലാത്തത് ആമേ കരം നീട്ടി മേടിക്കരുത്. ആമേ സ്തോത്രം. വിഹിതമില്ലാത്തത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. കേട്ടോ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നമുക്ക് ആവശ്യമുള്ളത് ആര് തരും? സ്വർഗത്തിലെ ദൈവം തരും. വിശ്വസിക്കുന്നുണ്ടോ? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് കരുതി എന്ത് ചെയ്യണ്ട. ഇത് ആർക്ക് ആവശ്യമുണ്ട്? നമുക്ക് ആവശ്യമുണ്ട്. നീ ശിശുവായിരുന്നാ മതി, നീ കുഞ്ഞായിരുന്നാ മതി. പാപത്തിന് നീ ശിശുവാകണം. ഈ വസ്ത്രവും ഭക്ഷണമൊക്കെ വീട്ടിലെത്തിക്കും. അതറിയോ? ആമേ സ്തോത്രം. മോനൊന്ന് എഴുന്നേറ്റടാ, എഴുന്നേറ്റ്. ഇവന് ഉടുക്കാനുള്ള വസ്ത്രം ഇവനാണോ ഷോപ്പിൽ പോയി മേടിക്കുന്നത്? ഇവന് കഴിക്കാനുള്ള ആഹാരം ഇവനാണോ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിക്കുന്നത്? ഇവന്റെ മാതാപിതാക്കൾക്കറിയാം ഇവന്റെ സൈസ്, വസ്ത്രത്തിന്റെ സൈസ്, ഇവന് കഴിക്കാനുള്ള ആഹാരം. ഇവന് ചിലപ്പോൾ എല്ലാ ആഹാരം കഴിക്കാൻ ചിലപ്പോൾ തോന്നിയെന്നിരിക്കാം. പക്ഷെ ഇവന് കഴിക്കാനുള്ള ആഹാരം ഇന്നതാണെന്ന് പാരൻസ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവനുള്ള ആഹാരം ഇന്നൊരു പക്ഷെ രാവിലെ ആലയത്തിലേക്ക് വന്നപ്പോ ആ ആഹാരം ഈ കുഞ്ഞിന് കൊടുത്തായിരിക്കും മാതാപിതാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ഈ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് ഇന്നത് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാതാപിതാക്കളല്ലേ ചെയ്യുന്നത്? എന്തായിരുന്നാ മതി? ഇരുന്നോ മോനെ, ഇതായിരുന്നാ മതി. നമ്മൾ മുതിർന്നു വരുമ്പോഴാണ് പ്രശ്നത്തിലേക്ക് എത്തുന്നത്. ആമേ, നമ്മൾ ശിശുവായിരുന്നാൽ അപ്പം കൊണ്ടുവന്ന് തരും. ആമേ, അപ്പൻ അറിയാം നിനക്ക് എന്തു വേണമെന്ന്. കേട്ടോ പ്രിയ മക്കളെ, പണം ആവശ്യമാണോ? ആമേ, നിന്റെ ന്യായമായ ആവശ്യമാണെങ്കിൽ നിരസിക്കാതെ വണ്ണം ഇന്ന് പകൽക്കാലം നടത്തി തരേണ്ടത് നാളത്തൊക്കെ വെക്കാതെ ഇന്ന് പകൽക്കാലം നടത്തി തന്ന് നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കുന്ന ഒരു സ്വർഗീയ അപ്പനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പ്രസംഗിക്കുന്നത്. അവൻ അസാധ്യമായി ഒന്നുമില്ല. കേട്ടോ പ്രിയ മക്കളെ, ഈ ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആരാ? മക്കളായെന്നാൽ അപ്പം പ്രവർത്തിക്കും.
മക്കളാകാത്തവരാ വട്ടം കറങ്ങുന്നത്. അപ്പം വിളിച്ചാൽ നിൽക്കത്തില്ല, അപ്പം പറഞ്ഞാൽ പോകത്തില്ല. ആമേ സ്തോത്രം. എടാ മോനെ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇരിക്കത്തില്ല. പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ സ്വന്തം വഴികൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. സ്വന്തം വിതച്ചാൽ വിത്തിന് പകരം അല്ലെങ്കിൽ മുളക്ക് പകരം മുള്ളും പറക്കാരമായിരിക്കും മുളച്ചു പൊങ്ങുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചെന്നാലും പോക്കറ്റിൽ ലഭിക്കുന്ന നന്മ ഒഴുകിപ്പോകാനിടയായിത്തീരും. മറിച്ച് മകനായി തീരാൻ കഴിയുമോ? വിതച്ചതെല്ലാം 100 മേനി കൊയ്തെടുപ്പാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കും. മുള്ളും പറക്കാരെയും അല്ലെന്നേ, ഏറ്റവും ശ്രേഷ്ഠമേറിയ ഫലങ്ങൾ നിനക്ക് ഭക്ഷിപ്പാൻ തക്ക വിധം പരിശുദ്ധ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എന്തായി തീർന്നാ മതി മക്കളായി? ഒന്ന് വായിച്ച വാക്യം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഫസ്റ്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യം അവന്റെ രാജ്യവും. ഇന്ന് രാവിലെ ആലയത്തിലേക്ക് വന്നപ്പോ ഒരു വാക്യം ബൈബിള് തുറന്ന് വായിച്ചവരുണ്ടോ? എന്നും ബൈബിൾ വായിക്കാറുണ്ടോ? അതിൻ പ്രകാരം ജീവിക്കാറുണ്ടോ? ശബ്ദം പോയി, ഓഫായി പോയി. പ്രൈസലോ. വായിക്കാൻ എളുപ്പമോ പാസ്റ്റർ? ജീവിക്കാൻ ഇത്തിരി പാടാ. പാസ്റ്ററിന് അറിയാലോ. അത് നിശ്ചയമായിട്ടും ജീവിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവുള്ളവന് ആമേശ്വരം വളരെ ഈസിയാണ്. ആത്മാവില്ലാത്തവന് വളരെ പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ്. എന്നും പരാതികളായിരിക്കും. പരാതി നിറഞ്ഞൊരു ജീവിതം എന്ന് പറയുന്നത് ആത്മാവില്ലാത്തവന് ക്രിസ്തീയ ജീവിതമാണ്. പക്ഷെ ആത്മാവുള്ളവനോ, ഞാൻ ഇന്ന് ഓർപ്പിക്കാറുണ്ട്, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ശൗലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത്, അവന് മുമ്പിൽ ഒരു തടങ്കൽ പാറയും ഒരു വലിയ മലയുമാണ്. പക്ഷെ അഭിഷേകമുള്ള ദാവീദിന് മുമ്പിൽ ഗോലിയാത്ത് വെറൊരു കല്ലിന് തുല്യമാണ്. അവന്റെ കവണിക്കകത്ത് വെച്ചടിക്കുന്ന ഒരു കല്ലിന് തുല്യമാണ്. ഇതാണ് അഭിഷേകത്തിന്റെയും അഭിഷേകമില്ലാത്തതിന്റെയും വ്യത്യസ്തത. പ്രിയമക്കളെ, ആത്മാവുള്ളവന് ഈ ലോകത്തിൽ കടന്നു വരുന്ന ഏതോ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. ആത്മാവില്ലാത്തവനോ അതിന്റെ മധ്യത്തിൽ തട്ടി വീഴുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം പ്രിയമക്കളെ, ആത്മാവിന് വേണ്ടി ദാഹിച്ചോ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചോ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കാനിടയായി തീരും. മുതൽ നമ്മൾ സഭയായിട്ടുള്ള ഫാസ്റ്റിംഗില്ല. ദൈവമക്കൾ പലരും 21 ദിവസക്കാലം ഉപവസിക്കുന്നവരൊക്കെയുണ്ട്. സ്തോത്രം. ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചോ പ്രിയമക്കളെ? ഇവിടെ പറഞ്ഞ മുമ്പേ അവന്റെ അതോടുകൂടെ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഒത്തിരി ഉണ്ട്, പക്ഷേ ഒത്തിരി ആവശ്യമുണ്ട്. പക്ഷെ ഇത് പ്രാപിച്ചെന്നാൽ ബാക്കിയുള്ളതെല്ലാം തന്നേക്കും. ഇത് പ്രാപിച്ചെന്നാൽ ബാക്കിയുള്ളതെല്ലാം നിനക്ക് കിട്ടും. അപ്പൊ ഏതാ പ്രാപിക്കാൻ ആഗ്രഹം? ആഗ്രഹമൊക്കെ അതാ ഭാഷ. പക്ഷെ അങ്ങ് എന്ത് ചെയ്യുന്നില്ല. മുമ്പേ അവന്റെ രാജ്യവും നീയും. വചനം പറയുന്നു, എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് കരുതി ഭാരപ്പെടണ്ട. ഗേഹസിയെ, സ്തോത്രം, കൂടാരത്തിനകത്ത് നിനക്ക് വല്ല കുറവുണ്ടോ? ആഹാരത്തിന് ആഹാരമില്ലേ? വസ്ത്രത്തിന് വസ്ത്രമില്ലേ? ഭക്ഷണത്തിന് ഭക്ഷണമില്ലേ? കുടിക്കാൻ വെള്ളമില്ലേ? അധികമല്ലടാ നീ പോയി ചോദിച്ചത്. അധികമല്ലേ നീ പോയി ചോദിച്ചത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യജമാനൻ സ്തോത്രം നയമാന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല എന്ന തിരിച്ചറിവോടുകൂടി അവന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്ന ഗേഹസിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ രഥം നിർത്തി ആദരവോടുകൂടി ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, യജമാനന്റെ അടുക്കൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വിരുന്നുകാരി വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് വസ്ത്രം തരണം, വെള്ളി തരണം എന്നൊക്കെ യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് കേട്ട നയമാൻ പറഞ്ഞു, സ്തോത്രം, പോകരുതേ. എത്രയാ ചോദിച്ചു? 2. പോരാ, ഇത് പിടിച്ചോ. സ്തോത്രം, ആവശ്യത്തിന് കൊടുത്തു. അപ്പൊ കിട്ടിയപ്പോ ഇവൻ അവിടെ നിന്ന് പാട്ടും പാടി വരികയായി. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും ഏത് സാഹചര്യത്തിലും നടത്താൻ കഴിവുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൂടാരത്തിനകത്ത് കയറിയ ഗേഹസിയോട് യജമാനനായിരിക്കുന്ന ഏലീശയുടെ ചോദ്യം, ഗേഹസിയെ എവിടെ പോയിരുന്നു?
വിഹിതമില്ലാത്തത് വാങ്ങുമ്പോൾ വ്യാജം പറയേണ്ടി വരും. കേട്ടോ പ്രിയമാനെ, വ്യാജം പറയുന്ന ഏതൊരു വ്യക്തിത്വം ഉണ്ടോ, നീ ഒരു കാര്യം ചിന്തിച്ചോ, നീ പോകുന്ന വഴി കറക്റ്റല്ല. നീ പോകുന്ന വഴി കേണി കൊടുക്കുമുണ്ട്. സത്യം പറഞ്ഞോ പ്രിയമേതില്ല, വ്യാജം നമ്മെ തെളിഞ്ഞു വരും, സത്യം എന്നേക്കും നിലനിൽക്കും. 1000 പേര് കൂടി നിന്നൊരു സത്യത്തെ വ്യാജമാക്കാൻ ശ്രമിച്ചെന്നാലും സത്യത്തിന് സത്യമാകാനേ പറ്റത്തുള്ളൂ. സത്യം ഒരിക്കലും വ്യാജമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വ്യാജം പുറത്തു വരും, സത്യം തെളിഞ്ഞു വരും. അപ്പൊ ഇവിടെ വായിക്കാം, സമയം തീരുന്നു. ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണെ ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ യജമാനൻ വിട്ടുകളഞ്ഞത് എന്താണെന്നറിയാമോ? യജമാനൻ ആത്മാവുള്ളത് കൊണ്ടാ. ആമേൻ. ഇത് ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം അവന്റെ കുഷ്ഠവും കൂടി. ആമേൻ. അതുകൊണ്ട് യജമാനൻ പറഞ്ഞു, നിന്റേതായിട്ട് നീ എന്ത് ചെയ്തോ, പൊയ്ക്കോ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പോ ഇവൻ എന്ത് ചെയ്തില്ല, ഗേഹസി പുറകെ ഓടി. എന്ത് പൊട്ടത്തരമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. ഇല്ലേ, ഒരു അവസരം കിട്ടിക്കഴിയുന്ന വാങ്ങാതെ വിടോ പ്രിയമക്കളെ, വിടണം. എൻ്റെ ഈ ശബ്ദം ലൈവിലൂടെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോയി വരുന്ന വാർത്ത നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. സ്തോത്രം. അവിടെയൊക്കെ പോകുമ്പോൾ പലരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയാറുണ്ട്, പാസ്റ്ററെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം, ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. ഞാൻ എൻ്റെ വിഷയം ദൈവത്തോട് പറയും. അവസരം കിട്ടിയ ആരാ പ്രീതി മക്കൾ വാങ്ങാത്തത്? ഞാൻ വാങ്ങത്തില്ല കേട്ടോ. 100% നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആമേ മുഖപരിചയമുള്ള ആളുടെ അടുത്ത് പോയി ചോദിക്കാം. പിന്നെ നിങ്ങളൊരു നന്മയുമായിട്ട് എന്നോട് എൻ്റെ അടുക്കൽ വന്നിട്ട് ആമേ പാസ്റ്റർ പൈസ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, ഇത് എവിടെ നിന്നാ, എന്ത് വിഹിതത്തിൽ നിനക്ക് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ചിലുള്ള പലർക്കും അറിയാം. ഞാൻ വാങ്ങത്തില്ല. ദൈവഹിതമുള്ളത് മാത്രം, അത് മതി. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് കേട്ടോ. അമ്മ സ്തോത്രം. പണം കിട്ടാനുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട് പ്രിയ മക്കളെ കേട്ടോ. നന്മ വരാനിട്ടൊക്കെ ഒരുപാട് സോഴ്സ് ഉണ്ട്. പക്ഷെ നീ ദൈവത്തിന്റെ മനുഷ്യനാ. ആരാണ് നീ? ദൈവത്തിന്റെ മനുഷ്യനാ. നിനക്ക് പ്രമാണമില്ല. നിനക്കെന്ത് വേണമെന്ന് അപ്പനറിയാം. ഇങ്ങനെയൊക്കെ പറയുന്നവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റുകളൊക്കെ വെച്ച് പുലർത്തിയിട്ട് മാസം ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു നന്മ വാങ്ങിച്ചൂടെ? ഉള്ളതുമല്ലേ. നിങ്ങൾ എന്താ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നത്? എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആമേൻ. സ്തോത്രം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചൂടെ? കണക്ക് കൃത്യം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവിടാൻ കർത്താവ് എന്ത് ചെയ്യും? തരും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഏറ്റവും ആഴമായി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം കോവിഡ് കാലഘട്ടമാണ്. ഞാൻ എന്നും പറയാറുണ്ട് നിങ്ങളോട്, കോവിഡ് കാലഘട്ടം ശൂന്യ ആലയത്തിന്റെ പണി നടക്കുകയാണ്. ശൂന്യ കാലഘട്ടത്തിൽ ആമേ വയറ് നിറച്ച് ആഹാരം കഴിച്ച് ദൈവജനം ഒരുമിച്ച് ചേർന്ന ആലയത്തിൽ ആർപ്പോടുകൂടി കൃപ 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 എന്ന ആർപ്പോടുകൂടി ആലയത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പണിയുന്ന ദൈവദാസൻ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പറയും, ആമേ സ്വന്തം ദൈവാസനെ, നാളെ നമുക്ക് 1,00,000 രൂപ വേണം. ഇന്നതിന്റെ വാർക്ക നടക്കുക, കമ്പി എടുക്കണം, സ്റ്റീൽ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം 24 മണിക്കൂറോ 12 മണിക്കൂറോ ഉണ്ടാകത്തുള്ളൂ. വേണോ? ദൈവസന്നിധിക്കും പരിശുദ്ധ പിതാവേ, അങ്ങ് അറിയുന്നു, അങ്ങയുടെ ആലയമാ. ആമേ. നിങ്ങൾക്കറിയാലോ, 1 സ്ക്വയർ ഫീറ്റ് സ്ഥലമോ ഒരു വീടോ എനിക്കില്ല, ഇന്നുമില്ല. ആമേൻ. സ്തോത്രം. പക്ഷെ നിന്റെ ആലയമാ. ആമേൻ. സ്തോത്രം. നീ പണിയണം. ആമേൻ. നീ പ്രവർത്തിക്കണം. അപ്പോഴാ ചിലതിന്റെ ഉള്ളത്തോട് ദൈവാത്മാവ് ഇടപെടുന്നതാ. അങ്ങാട് വിളിച്ചിട്ടല്ല ഇങ്ങോട്ട് വിളിക്കും.
നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം ആമേൻ സ്വതം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്ന് കഴിഞ്ഞ് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി നിന്റെ മുമ്പാകെ നിരത്തി തരുവാൻ അവൻ പ്രാപ്തനാണ്. അവനിൽ വിശ്വസിക്കട്ടെ. ആ ഒരു എക്സ്പീരിയൻസ് ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഗോലിയാത്തിനെ തകർത്ത് കളയാൻ അവന് കിട്ടിയ ഊർജം എന്താണെന്നറിയാമോ? ഒരിക്കലൊരു സിംഹം വന്നു, ഒരിക്കലൊരു കരടി വന്നു. ഇവനത് എന്ത് ചെയ്തു? ഇതുപോലെ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് വരും. ഒരിക്കലും ഇനി സ്വർഗത്തിലെ ദൈവം ഏറ്റവും നെഗറ്റീവായ മണ്ഡലത്തിൽ പൂജ്യത്തിൽ കൊണ്ടുവന്നാലും അവൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നന്മ അത് മാത്രം മതി പ്രിയ മക്കളെ. ജീവിതത്തിന്റെ അവസാനം വരെ അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്ത് തന്നെ വന്നാലും ചെയ്തതെല്ലാം നന്മയ്ക്കാം. കേട്ടോ? അപ്പൊ നമുക്കുള്ളത് കർത്താവ് എന്ത് ചെയ്യും? അപ്പൊ ഗേഹസി ഇവിടെ ഓടിച്ചെന്ന് അവന്റെ അടുക്കൽ നിന്ന് പലതും എന്ത് ചെയ്യുക? താഴേക്കൊന്ന് വായിച്ച മോളെ. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. സത്യാണോ? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വ്യാജം പറയാൻ പ്രത്യേകമായി കഴിവുണ്ടാവും. എഫ്രൈം അവിടെ വന്നു. എഫ്രൈമിൽ നിന്ന് 2 വിദേശികൾ അവിടെ എത്തി. ആമേൻ. വായിച്ചോ. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എന്റെ യജമാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കിട്ടി തന്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവൻ 2 ബാല്യക്കാരങ്ങൾ ഇവിടുന്ന് ഒറ്റക്ക് പോയ ഗേഹസിയാണ് പോരുന്ന 3 പേരായിട്ടാ. എന്നിട്ടൊരു മലഞ്ചെരിവിന്റെ അവിടെ വന്നപ്പോ പറഞ്ഞു, മതി മതി മതി, ഇനി ഞാൻ എന്ത് ചെയ്തോളാം, ഉണ്ടാക്കിക്കോളാം. കൊണ്ടുപോയി. 25-ാം വാക്യം വായിച്ചു വേഗത്തിൽ. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാന്റെ മുമ്പിൽ നിന്നു. എന്നാൽ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു. അതും സത്യമാണോ? അതും നുണയാ. അതും നുണയാ. ഞാൻ എവിടെയും പോയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. വായിച്ചോ. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഇതാകുന്നു സമയം. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. ആരെയൊക്കെ ബാധിച്ചു? മക്കളെയും ബാധിച്ചു. അപ്പം ചെയ്ത തെറ്റ തലമുറകളെയും ബാധിച്ചു. നമുക്ക് ജയിക്കാൻ വേണമെങ്കിൽ നുണ പറയാം പ്രിയ മക്കളെ, ജയിക്കാൻ വേണ്ടി. പക്ഷേ ഈ നുണ സത്യമായി തെളിയുകയും ചെയ്യും. ഈ നുണക്ക് തലമുറകളോളം കണക്ക് കൊടുക്കേണ്ടി വരും. തലമുറകളോളം കണക്ക് കൊടുക്കേണ്ടി വരും. ആദ്യ സമയത്തിലൊക്കെ ജയിച്ച് നിൽക്കാം, പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോകാം. പക്ഷെ കണക്ക് കൊടുക്കേണ്ടി വരും. അത് വരും നിശ്ചയം. അതുകൊണ്ട് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, വിശ്വാസത്തിന്റെ നല്ല പോരും ചെയ്യണം. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. നിത്യജീവൻ എന്ത് ചെയ്യണം? പറ്റിക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഇത് ചിലർ കാംക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അതിനെതിരായി തീർന്നിട്ടുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ വെക്കോ, വെക്കോ, വെക്കോ പ്രിയ മക്കളെ, വെക്കണം കേട്ടോ. ഞാൻ ആരായിരുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിന്ന് എൻ്റെ കുടുംബത്തിലാണ് ഒരു നേരത്തെ ആഹാരം അതൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിനാണ്. ദൈവം അങ്ങനെ ശീലിപ്പിച്ചു. അതുപോലെ ഇല്ലാത്തൊരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വരുന്ന സൺഡേ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് തീരും. ഒരു സമയത്ത് ഞങ്ങളുടെ ഫാസ്റ്റിംഗ്
തീർന്ന സമയത്ത് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു. കഴിക്കാനൊന്നുമില്ല ആഹാരം. എൻ്റെ വീടും എൻ്റെ കുടുംബ വീടും തമ്മിലുള്ള ദൂരം വെറും 2 കിലോമീറ്റർ, 2.25 കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ. സഹോദരന്മാരെല്ലാം നല്ല നിലവാരത്തിൽ അത്യാവശ്യം ആഹാരത്തിനൊന്നും കുറവില്ലാതെ ജീവിക്കുന്നവരാ. അമ്മയുണ്ട്. ഞങ്ങളുടെ കാര്യം അറിഞ്ഞു കഴിയുന്ന 100% അവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് അപ്പനോട് പറഞ്ഞു, അങ്ങനെ പറയാൻ കാരണവും ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒരു ദൈവഭൃത്യൻ എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറയുക, നീ എനിക്കുള്ളവനാ, എൻ്റെ നാമത്തിനുള്ളവനാ, നിന്നെ നടത്തുന്നത് ഞാനായിരിക്കും, നിന്റെ കുടുംബമോ കുടുംബക്കാരോ ആരുമായിരിക്കത്തില്ല. അപ്പൊ ഈ ഒരു ആലോചന എൻ്റെ ഹൃദയത്തിൽ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, കർത്താവേ നീ ആയിരിക്കണം ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. കലത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഒരല്പം അരിയുണ്ട്. 2-3 മിനിറ്റ് ഒരുപക്ഷെ ഞാൻ കൂടുതൽ എടുത്തുന്നിരിക്കാം. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞിനെ കഴിക്കാൻ മാത്രമായിട്ടുള്ള ഒരല്പം അതിട്ട് വെച്ചാൽ ധാന്യം ഉണ്ടാവും. ആമേൻ. അതിട്ട് വെച്ചു. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നാവിന് പുളിയുള്ളത് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ആഗ്രഹം. ആ സമയത്ത് അടുത്തൊരു മാവുണ്ട്. മാങ്ങ എറിഞ്ഞു. ഷോൾഡർ നന്നായിട്ട് വേദനിച്ചു. 2ാമത്തെ പ്രാവശ്യം എറിഞ്ഞ് കിട്ടിയില്ല. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്തു. ഭയങ്കര ഹൈറ്റുള്ള മാവ, തോട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം എറിഞ്ഞപ്പോൾ 3 മാങ്ങ വീണു. ഞങ്ങൾക്കൊരു മാങ്ങയുടെ പകുതി മതിയായിരുന്നു. അങ്ങനെ ആ ഒരു മാങ്ങയുടെ പകുതി എടുത്ത് തേങ്ങയുണ്ട്, ചമ്മന്തി അരച്ച് കഞ്ഞി വെള്ളമായിട്ടെടുത്ത് ഞങ്ങൾ അല്പമായിട്ടൊന്ന് ആസ്വദിച്ചു. അടുത്ത സമയം ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല. അപ്പോഴാണ് ഒരു 3:30-4 മണിയായപ്പോൾ ഡോർ വെള്ളത്തിന്റെ നീരോട്ട് അവർക്ക് നോക്കിയപ്പോൾ അത് നല്ലതായിട്ട് തോന്നിയില്ല. അതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം പോയി വലയിട്ടത്. വലയിട്ട് കിട്ടുന്ന ആദ്യത്തെ മീൻ ഞങ്ങൾക്ക് തരണമെന്നാണ് തൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിരുന്നത്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ടായിരുന്നു. അല്പം മീനുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, ചെമ്മീനുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കിട്ടിയതെല്ലാം. കരിമീൻ എന്ന് പറയുന്നത് എൻ്റെ ഈ കൈനേക്കാൾ വലിപ്പമുള്ള കരിമീനുണ്ടായിരുന്നു, കണമ്പുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്തു. അച്ഛൻ പറഞ്ഞു ഇവിടെ തരാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ചോറ് ചപ്പാത്തിയോ കഴിക്കണമെന്നില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചാൽ വയറിറങ്ങിയാൽ പോരെ പ്രീതി മക്കളെ. നീ എന്ത് കഴിക്കണമെന്ന് ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നീ എന്ത് കഴിക്കണമെന്ന് ചിന്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആമി എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് സ്വത കുടിക്കുമെന്ന് നീ ഭാരപ്പെടണ്ട. നിനക്ക് കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളത് പരിശുദ്ധ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ആകയാൽ പ്രിയ മക്കളെ, പിന്നത്തേതിൽ ഞങ്ങൾ ഇന്ന് വരെ നോക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളായിട്ട് രാത്രി കാലങ്ങളിൽ എല്ലാം മാറ്റിവെച്ച് അല്പം കഞ്ഞി ഉണ്ടാക്കി പുളിച്ചമ്മന്തി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ മോനും ഇഷ്ടമാണ്. സ്തോത്രം. 3-4 കറി ഉണ്ടെങ്കിലും പുളിച്ചമ്മന്തി ഉണ്ടെങ്കിലും അവന് ഹാപ്പിയാണ്. ഞങ്ങൾക്കും ഇഷ്ടമാണ്. സ്തോത്രം. പോരെ പ്രിയം. തൃപ്തിയാകുമെന്ന ആഹാരം കഴിക്കുന്നതിലല്ല കാര്യം, 5 സ്റ്റാർ ഫുഡ് കഴിക്കുന്നതിലാണോ കാര്യം? ആണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്ന എനിക്ക് തൃപ്തി.
ആമേ സ്തോത്രം. അല്ലാതെ വലിയ ഹോട്ടലിൽ പോയിട്ട് മേശ നിറച്ച് ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ആഹാരം കഴിക്കുന്നതിലല്ല എനിക്ക് താല്പര്യം. ആമേ സ്തോത്രം, താല്പര്യമുള്ള ആഹാരം, ആമേ സ്തോത്രം, അത് കഴിച്ച് തൃപ്തി പ്രാപിക്കുന്നവനാണ് ആമേ അനുഗ്രഹമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പ്രിയ മക്കളെ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. ആമേ, അതിനപ്പുറമായിട്ടുള്ളതൊന്നും നീ ചിന്തിക്കണ്ട. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അമ്മ എല്ലാ മക്കൾക്കും തന്നെ അരി വാങ്ങിച്ച്, പച്ചരി വാങ്ങിച്ച് പൊടിപ്പിച്ച് പൊടി കൊടുത്തഴക്കും. അങ്ങനെ ഈ മീൻ കൊണ്ടുവന്ന് തന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന, കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സഹോദരനാ, താന് ഒരു കിറ്റിൽ 5 കിലോ സ്തോത്രം അരിപ്പൊടിയുമായിട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. പിന്നത്തേത് ഞാൻ പറയട്ടെ, അതിനു ശേഷം, അതിനു മുമ്പ് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചോറിന് കൂട്ടി കഴിക്കാനുള്ള കറി 20 രൂപയായിരുന്നു. വെറും 20 രൂപ. ഞായറാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും ചൊവ്വാഴ്ചയാണെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, കാത്തലിക് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് ഞായറാഴ്ച എങ്ങനെ പോയെന്നാലും അവരെന്ത് ചെയ്യും? ഈ ഇറച്ചിയോ ചിക്കനോ ഒക്കെ വാങ്ങിക്കും. ആ പാരമ്പര്യം അങ്ങ് മാറ്റി സ്വർഗത്തിലെ ദൈവം സ്തോത്രം 20 കൊണ്ടെല്ലാം ചെയ്തെടുപ്പാൻ പരിശുദ്ധ ദൈവം ശീലിപ്പിച്ചു. അന്ന് തിരിച്ചറിഞ്ഞില്ല എന്തിനു വേണ്ടിയാണെന്ന്. ഇന്ന് തിരിച്ചറിയുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രിയ മക്കളെ. ഉള്ളതിൽ നീ തൃപ്തി പ്രാപിച്ചു. പരിശുദ്ധ ദൈവം ഏറ്റവും ശ്രേഷ്ഠതയോടെ നിന്നെ നടത്തുവാനിടയായി തീരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം. സ്തോത്രം. വിശ്വാസത്തിന്റെ നല്ല പോര് നീ പോരാടണം. നിത്യജീവനെ തിമോത്തിയോസെ പിടിച്ചോളണം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടണം. അത് വിട്ട് നീ ഓടണം. ദ്രവ്യം നിന്നെ ചതിക്കും, ദ്രവ്യാഗ്രഹം നിന്നെ ചതിക്കും. എത്തേണ്ട സ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല, ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടെ. നിനക്ക് വേണ്ടത് ദൈവം ഒരുക്കും. നീയായിട്ട് തപ്പി നടക്കണ്ട. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടത്തില്ല. ഹല്ലേലൂയ. മധുരമാണെങ്കിൽ മധുരം, കയ്പാണെങ്കിൽ കയ്പ്, രണ്ടും ഒന്നിൽ നിന്ന് വരത്തില്ല. ഒന്നായി തീരുവാൻ പരിശുദ്ധാത്മാവ് ജനത്തെ ഒരുക്കണം. നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത, നിന്റെ ഉയരം, നിന്റെ കുലമഹിമ ഒന്നും ദൈവം നോക്കത്തില്ല. കഴുതയെ കൊണ്ടുപോലും സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് സ്വന്തം പ്രിയ ദൈവവൃത്തിയിലൂടെ നമ്മൾ കേൾപ്പിച്ചു. കഴുത സംസാരിച്ചു, പ്രവാചകനെ വഴിയിൽ വരുത്തി, കണ്ണു തുറന്നു. സ്വന്തം ഇന്ന് പകലില് സ്വന്തം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവന്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ മതി. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീ അത് വിട്ട് ഓടണം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. നിത്യജീവനെ പിടിച്ചെടുക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ പിതാവ് കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, നമ്മൾക്ക് എല്ലാവർക്കും